ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ്. പിന്നെ എല്ലാ ദിവസവും ഒരേ റൊട്ടീനാണോ ചോദിച്ചാൽ എല്ലാ ദിവസവും കൈൻഡ്ലി ഡിഫറെൻ്റ് ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ ഞാൻ പോയത്. മഗ്‌രിബ് നിസ്കരിക്കാനായപ്പോഴാണ് ഞാൻ പിന്നെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ഞാൻ പിന്നെ അപ്പം തന്നെ ഫുഡ് കഴിക്കും. ഞാൻ സ്കൂളിലെ ഡേയ്സ് ആണെങ്കിൽ ഇതിന് മുന്നേ തന്നെ ഫുഡ് കഴിക്കും കേട്ടോ. മിക്ക ഡേയ്സിലും ഞാൻ നൈറ്റത്തെ ഫുഡ് കട്ട് ചെയ്യാറാണ്. പിന്നെ ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഇന്ന് കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഞാൻ നൈറ്റേക്ക് വെച്ചതായിരുന്നു ടേബിളും, അതുപോലെ കുറച്ച് അലങ്കോലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം മിസ്സായി കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ 2 വർക്കും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു, പിന്നെ അതും കൂടെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഇപ്പം ഞാൻ ജേർണൽ സ്റ്റിക്കേഴ്സും കൂടെ സെയിൽ ചെയ്യുന്നുണ്ടോ. സോ ഞാൻ സൈഡിൽ കൊടുക്കാം ഇൻസ്റ്റയിൽ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സ്റ്റിക്കേഴ്സിന് എനിക്ക് 2-3 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ സെറ്റാക്കി കൊടുക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഫ്രെയിമും അതുപോലെ തന്നെ പിന്നെ കുറച്ച് പോളറോയിഡ്സും കട്ട് ചെയ്ത് സെറ്റാക്കാനുണ്ടായിരുന്നു. അത് രണ്ടായത് ഞാൻ നൈറ്റ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലീൻ ആക്കാന്നുള്ള ഒറ്റ മൈൻഡാണ്. കാരണം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല. പിന്നെ പിറ്റേടെ എനിക്ക് കോളേജും ഉണ്ട്, മൺഡേ കോളേജും ഉണ്ടായിരുന്നു, പിന്നെ എക്സാം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഇത്രയും നേരമായിട്ട് ആകെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുണ്ടായിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ നൈറ്റൊക്കെ വെച്ചതായിരുന്നു. പിന്നെ നൈറ്റ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ വർക്ക് ആയതുകൊണ്ട് പിന്നെ ബെഡിലായിരുന്നു നന്നായിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ശരിയാക്കി സെറ്റാക്കിയതിന് ശേഷം വേണം പഠിക്കാതിരിക്കാൻ. പിന്നെ ബെഡ് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈം അല്ലെങ്കിലോ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നും ഞാൻ പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആയിരിക്കും കൂടുതലും പൊളിറ്റിക്സ് പഠിക്കണമെന്ന്. പക്ഷെ അതൊന്നുമല്ല. ഞാൻ എപ്പോഴാണോ വീഡിയോ എടുക്കുന്നത് അന്ന് ഞാൻ പൊളിറ്റിക്സ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. എനിക്ക് മറ്റു വിഷയങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പൊളിറ്റിക്സാണ് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു വിഷയം. ഇതെങ്ങനെ പഠിക്കേണ്ടിയെന്ന് പോലും എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് മിനിറ്റ് എക്സാമിൽ ഈ ഒരു ടൈം ആകുമ്പോഴാണ് ഞാൻ പൊളിറ്റിക്സ് ബുക്ക് തുറന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് എങ്ങനെ പഠിക്കേണ്ടതെന്ന് വല്ല ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അതുപോലെ തന്നെ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ അത് നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി എക്സാമിനാകെ കുറച്ച് ഡേയ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയും പിന്നെ എത്താനും പോകുന്നില്ല. കാരണം 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ആ 20 ചാപ്റ്റേഴ്സും ഫുള്ളും ഓരോ ചാപ്റ്റർ വെച്ച് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നടക്കൂല. പിന്നെ ആ സബ്ജക്റ്റ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു PYQ നോക്കിയിട്ട് സെറ്റാക്കാമെന്ന്. essay ക്വസ്റ്റ്യൻസ് ഒക്കെ PYQ കുറേ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കേട്ടോ വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ ഏകദേശം മാർക്ക് സ്കോർ ചെയ്യാൻ, അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനെല്ലാം പറ്റും. സോ അതുപോലെ തന്നെ പിന്നെ ഈ വീഡിയോ മാരത്തോൺസ് അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ വീഡിയോ നമ്മൾ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം തന്നെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ അവൈലബിൾ ആണ്. സോ അതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഞാൻ പൊളിറ്റിക്സ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് PYQ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ റിപ്പീറ്റർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ കുറച്ച് വലിയ മാർക്കിന് essay ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എഴുതിയെടുത്ത് സെറ്റാക്കാം കേട്ടോ. എന്നാലും അതെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ബുക്ക് മുഴുവനും കവർ ചെയ്യാൻ പറ്റും. പിന്നെ ചാപ്റ്റർ വൈസ് തന്നെ പഠിച്ചു പോകണമെന്നൊന്നുമില്ല. അത്യാവശ്യം PYQ ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ അതിനുശേഷം ഞാൻ കിച്ചണിൽ പോയിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. ഒരു ചെറിയ റെസ്റ്റിന് വേണ്ടിയിട്ട് പോയതാണ്. ഫുൾ ടൈം ഇങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കണ കാര്യമല്ല, കുറേയൊക്കെ എനിക്ക് ബ്രേക്ക് വേണം. സോ ഇപ്പോൾ തന്നെ ഏകദേശം ടൈം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വന്നിട്ട് ലൈറ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ലൈറ്റിലാട്ടോ പിന്നെ പഠിക്കാതിരിക്കുന്നത്. എന്താ അറിയില്ല, ഈ ലൈറ്റിൽ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ലൈറ്റിൽ പഠിക്കാൻ. പിന്നെ കുറച്ച് നേരം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടോ ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ TV ഷോസ് കാണുകയാണെങ്കിൽ ഞാൻ ആകെ കാണുള്ളൂ ഉപ്പും മുളകും മാത്രമേ കാണുള്ളൂ. എനിക്ക് വേറെ ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു TV ഷോ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപ്പും മുളകായിരുന്നു. പിന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കണ്ട് ഞാൻ ബാഗ് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് ടു സ്റ്റഡി അല്ലെങ്കിൽ നാളെ എക്സാമിനൊന്നും എഴുതാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ കുറച്ച് നേരം പഠിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.